എത്ര തിരിച്ചടികൾ നേരിട്ടാലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ. സ്പോർട്സിനെ മനോഹരമാക്കുന്നത് ആ പ്രതീക്ഷയാണ്. തകർച്ചയ്ക്ക് ശേഷമുള്ള കംബാക്ക് നൽകുന്ന ഫീലിനെ മധുരം കൂടും. ആ ഫീലിന് വേണ്ടിയാണ് നമ്മളെല്ലാം കളി കാണുന്നതും. സ്പാനിഷുകാർ അതിനെ റമൊൻറ്റാഡ എന്ന് വിളിക്കും. ചിലർ തിരുമ്പി വന്നിട്ടേൻ എന്ന് പറയും. IPL-ൽ പല ടീമുകളും ഇതുപോലെ കംബാക്കുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കംബാക്കുകളുടെ കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ തട്ട് താണു തന്നെയിരിക്കും. എത്ര തന്നെ തോറ്റമ്പിയാലും തിരിച്ചു വരുമെന്ന് അവരുടെ ആരാധകർക്ക് ഒരു പ്രതീക്ഷയുണ്ടാകും. കാരണം അവരുടെ ചരിത്രം അതാണ്. ഏപ്രിൽ 12 വരെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തായിരുന്നു മുംബൈ. ആദ്യ 5 മത്സരങ്ങളിൽ 4ലും തോൽവി. അഭിമാന പോരാട്ടങ്ങളിൽ ചെന്നൈയോടും RCBയോടും വിജയം കൈവിട്ടു. പക്ഷേ 6ാം മത്സരത്തിൽ അവരൊരു വരവ് വന്നു. ഡൽഹി ജയം ഉറപ്പിച്ചിരിക്കെ മൈതാനം പിന്നീട് കണ്ടത് വിൻറ്റേജ് മുംബൈ എന്ന പ്രതിഭാസത്തെയാണ്. ജയം ഉറപ്പിച്ചു നിന്ന ഡൽഹിയെ അവസാന ഓവറുകളിൽ അവർ വരിഞ്ഞു കെട്ടി. ലക്ഷണമൊത്ത ഓവറുകളും അതിനേക്കാൾ മനോഹരമായ ഫീൽഡിങ്ങും. മത്സരം എറിഞ്ഞു പിടിക്കുക എന്നതിൻ്റെ ക്ലാസ് എക്സാമ്പിൾ. പോയിന്റ് പട്ടികയിൽ 1ാമതായിരുന്ന തോൽവിയറിയാത്ത ഡൽഹിയെ തകർത്തുകൊണ്ട് അവർ ചില സിഗ്നലുകൾ നൽകി. പിന്നാലെ ഹൈദരാബാദിനെ വാങ്കഡയിൽ ഒന്നുമല്ലാതെയാക്കി. അടുത്തത് ചെന്നൈയോട് കണക്കുകൾ വീട്ടാനുള്ള സമയം. വാങ്കഡയിൽ CSKയെ നിലം തൊടാതെയാണ് അവർ പറത്തിവിട്ടത്. പിന്നാലെ സ്വന്തം മണ്ണിലിട്ട് വീണ്ടും ഹൈദരാബാദിനെ ചാരമാക്കി. അഥവാ തുടർച്ചയായ 4ാം ജയം. അവസാന 5 മത്സരങ്ങൾ നോക്കിയാൽ IPL-ലെ ഏറ്റവും ഫോമിലുള്ള ടീം. മികച്ച റൺ റേറ്റുമായി ടോപ്പ് 4-ൽ. തോറ്റു തുടങ്ങിയ മുംബൈയെ ഭയക്കണമെന്ന തങ്ങളുടെ സ്ഥിരം വരികൾ ആരാധകർ പറയുമ്പോൾ അതിനിപ്പോൾ മൂർച്ചയുണ്ട്. ഈ വിജയങ്ങളെക്കാൾ മുംബൈക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട രോഹിത് ഫോമിലാണ്. വിരമിച്ചുപോയി വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞവരുടെ മുന്നിൽ 2 ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറികൾ. അതും തൻ്റെ കരിയറിൻ്റെ പീക്ക് ഫോമിൻ്റെ അതേ വൈബ് നൽകുന്ന 2 ഇന്നിങ്സുകൾ. രോഹിത് കൂടി ഫോമിലേക്ക് ഉയർന്നതോടെയാണ് മുംബൈ ആരാധകർ ഇത് തങ്ങളുടെ കംബാക്ക് തന്നെയാണെന്ന് വിശ്വസിച്ചു തുടങ്ങുന്നത്. കാരണം മുംബൈയെ മുംബൈയാക്കിയത് അയാളാണ്, മഹാനഗരത്തിൻ്റെ മഹാനായകൻ. IPL കിരീടങ്ങളിൽ 5 തവണ നീല റിബൺ കെട്ടുമ്പോഴും അത് ഏറ്റുവാങ്ങിയത് അവനായിരുന്നു. രോഹിതിനൊപ്പം വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നിവരെല്ലാം ഫോമിൻ്റെ മിന്നലാട്ടങ്ങൾ കാണിക്കുന്നു. ബൗളിങ്ങിൽ ബുംറ വന്നതോടെ കൂടുതൽ സന്തുലിതമായി. ദീപക് ചഹാർ ന്യൂ ബോളിൽ തിളങ്ങുന്നത് കാരണം അവർക്ക് ബുംറയെ കുറച്ചുകൂടി ഡെത്ത് ഓവറിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. പരിക്കിന് ശേഷം വന്ന ബുംറ ഫുൾ ഫ്ലോയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. എങ്കിലും ഫോമിലല്ലാത്ത ബുംറ പോലും മറ്റു ബോളർമാരേക്കാൾ കാതങ്ങൾ മുന്നിലാണ്. അതുതന്നെയാണ് അയാളുടെ റേഞ്ച്. കൂടാതെ ബുംറ വന്നതോടെ ഡെത്ത് ഓവറുകൾ എറിയുക എന്ന സാഹസം പാണ്ഡ്യയ്ക്ക് എടുക്കേണ്ടി വരുന്നില്ല. സാന്ററും ഇടയ്ക്ക് വരുന്ന കരൺ ശർമ്മയുമെല്ലാം സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കണിശതയോടെ നയിക്കുന്നു. സാന്റർക്ക് പുറമെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ഇല്ലാത്ത സമയത്ത് വിൽ ജാക്സും യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും മുംബൈക്ക് ആശ്വസിക്കാൻ വകയേറെയുണ്ട്. 9 മത്സരങ്ങളിൽ നിന്നും 10 പോയിന്റ്. നടക്കാനുള്ളത് 5 മത്സരങ്ങൾ. ആദ്യ 4-ലെത്താൻ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. എത്ര പോയിന്റാകും പ്ലേ ഓഫിനുള്ള മാർക്ക് എന്ന് പോലും അറിവായിട്ടില്ല. നിർണായക മത്സരങ്ങളാണ് വരാനുള്ളത്. നെറ്റ് റൺ റേറ്റും വലിയ കളികൾ കളിക്കും. പക്ഷേ ഒന്നുറപ്പിക്കാം, ഈ ടീമിനെ ഭയന്നേ മതിയാകും.